പൂരം കൊടിയേറി മക്കളെ. എടുത്താലും തൊടുത്താലും തീരാത്ത ആവനാകിയുടെ അത്ഭുതങ്ങളുമായി ഈ പോരാട്ട ഭൂമിയിൽ ആവേശത്തിന്റെ തിരകൾ ഉയർത്തി കൂട്ടുകാരെല്ലാവർക്കും സുമേഷ് ഏട്ടൻ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗ് വല്ലങ്ങി നെന്മാറ വേലിനെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് വല്ലങ്ങി നെന്മാറ വേല പോലെ തന്നെ നമ്മൾ ഈ പല്ലാവൂർ ആലത്തൂർ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ വിശേഷപ്പെട്ടൊരു ഉത്സവമാണ് കുനിശ്ശേരി കുമ്മാട്ടി. അപ്പോൾ അമ്പലത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. കുനിശ്ശേരി കിഴക്കേത്തറ ദേശത്തിൻ്റെ വേട്ടക്കരൻ ക്ഷേത്രമാണ് ഈ കാണുന്നത്. ആലത്തൂരിൽ നിന്നും കുനിശ്ശേരിയിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു വളവ് എത്തിക്കഴിഞ്ഞാൽ ഇടതുവശത്ത് ഇടുങ്ങിയൊരു റോഡുണ്ട്. ആ വഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുനിശ്ശേരി പൂക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന് മുൻപിലായിട്ട് എത്താനായിട്ട് സാധിക്കും. ഈ കാണുന്ന വഴി പൊതുവഴിയല്ല, അമ്പലം വക സ്ഥലമാണ്. അത് പ്രത്യേകം അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം എൻ്റെ ഇടതുവശത്ത് അങ്കാള പരമേശ്വരി ക്ഷേത്രമുണ്ട്. നമുക്ക് മുന്നിൽ നേരെ കാണുന്ന ആ ഒരു ആലുമരവും അതിന് തൊട്ട് സമീപത്ത് കാണുന്ന ഒരു ക്ഷേത്രവുമാണ് ശ്രീ പൂക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. 2-3 ദേശക്കാർ കൂടിച്ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവമാണ് കുനിശ്ശേരി കുമ്മാട്ടി എന്ന് പറയുന്നത്. അതിൽ കിഴക്കേത്തറ ദേശം, അതുപോലെ തന്നെ തെക്കേത്തറ ദേശം, പടിഞ്ഞാറത്തറ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 3-4 ദേശങ്ങളുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഈ പറയുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവിടുത്തുകാരെങ്കിലും കാണുകയാണെങ്കിൽ ദയവേത് ക്ഷമിക്കണം. നമ്മുടെ അറിവ് വെച്ചിട്ടാണ് ഞാനീ പറയുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് അങ്കാള പരമേശ്വരി ക്ഷേത്രം. നമുക്ക് വരുന്ന വഴിയിൽ നമ്മുടെ പൂക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ്. കാണാൻ നല്ല മനോഹരമായിട്ടുള്ളൊരു നിർമ്മിതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നല്ല വലിയ ഗ്രൗണ്ടൊക്കെ ഉള്ളൊരു പ്രദേശമാണ്. അതിവിടെ വന്നു കഴിയുമ്പോൾ അറിയും, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ളവർക്കാണെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മുൻവശത്താണെങ്കിൽ നല്ല പാടങ്ങളാണ്. ഒരു നാട്ടിൻപുറം എന്ന് തന്നെ പറയണം. Searching for greatness in a sea of the dying and shameless, a sea of the aimless. I don't wanna be one of the nameless. I'ma wake up with the mindset that one day I'm gonna make it, and I don't think I'll be. ഇപ്പോൾ വല്ലങ്ങി നെന്മാറ വേല ആ ഡേറ്റിൻ്റെ കുറച്ച് മുൻപോ പിൻപോ ഒക്കെ ആയിട്ടാണ് നമ്മൾ കുനിശ്ശേരി കുമ്മാട്ടി ഡേറ്റ് വരാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഡേറ്റ്, കൃത്യമായിട്ടുള്ള ഡേറ്റ് ഞാൻ പറയാം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് കുനിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുമ്പിലാണ്. പാടത്തിൻ്റെയൊക്കെ നടുക്കാണ് നിൽക്കുന്നത്. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് അമ്പലം. അപ്പോൾ അതിൻ്റെ കുറച്ചിപ്പുറത്തായിട്ടാണ് നിങ്ങൾ മുമ്പ് കണ്ട ശ്രീ അങ്കാള പരമേശ്വരി ക്ഷേത്രമുണ്ട്. നമ്മുടെ കുനിശ്ശേരി ആലത്തൂർ റോഡിൽ നിന്നും നമ്മൾ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മൾ ചെറിയൊരു അമ്പലത്തിൻ്റെ ആ ഒരു ജംഗ്ഷനിലുള്ള ഒരു മൊക്ക്. ആ ടേണിങ്ങിൽ നിന്ന് ആലത്തൂരിൽ നിന്ന് വരികയാണെങ്കിൽ ലെഫ്റ്റിലോട്ടാണ് വരേണ്ടത്. ഇവിടെയും അതുപോലെ തന്നെ ഈ പാടമൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിട്ടാണ് വെടിക്കെട്ട് പരിപാടിയൊക്കെ നടത്തുന്നത്. അപ്പോൾ കൊയ്യാനുള്ള ഒരു പരുവത്തിലോട്ടൊക്കെ ആയിട്ടുണ്ട്. കതിരൊക്കെ നല്ലപോലെ ഉണങ്ങി ഈ ആഴ്ച തന്നെ കൊയ്ത്ത് നടക്കുമെന്നാണ് തോന്നുന്നത്. ആര്യ നെല്ലിന്റെ പോലെ നാടും
മൂടി കുത്തി താളത്തിൽ പാടണ് പാട്ടും കേട്ട് നീ ഉറങ്ങ്. കതിരൊക്കെ നല്ലപോലെ ഉണങ്ങി നിൽക്കുന്ന ഒരു ടൈമാണ്. ഈ ആഴ്ച തന്നെ കൊയ്ത്ത് ഏതായാലും നടക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. പാലക്കാടിൽ ഏതെങ്കിലും അറിയപ്പെടാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ നമുക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, അവിടെ ഒന്ന് വീഡിയോ എടുത്തോളാം. അപ്പോൾ നല്ല സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. മണ്ണൊക്കെ കൂടിയിട്ടിരിക്കുന്നതിനും കാല് സ്ലിപ്പായിട്ട് കാടൊക്കെ പുതിയതായിട്ട് പണിതാണ്. എൻ്റെ ചെറിയൊരു കുട്ടിക്കാലത്ത് മുത്തശ്ശിമാരൊക്കെ പറഞ്ഞൊരു കേട്ടറിവാണ്. അതായത് നെന്മാറ നെല്ലിക്കുളങ്ങിൻ്റെ ക്ഷേത്രവും അതുപോലെ തന്നെ കുനിശ്ശേരി പൂക്കുളങ്ങര ക്ഷേത്രം, രണ്ടിലെ ഭഗവതിമാർ ചേടത്തി അനിയത്തിയാണ് എന്നുള്ളൊരു സങ്കല്പം ഉണ്ടെന്ന് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പ്രായമായവർ പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു അറിവുണ്ട്. അതുപോലെ തന്നെ അതിൽ ചെറിയൊരു ഐതിഹ്യം കഥയും എന്തൊക്കെയുണ്ട്, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. നമുക്ക് ഏതായാലും അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള വീഡിയോസും ഒക്കെ ഒന്നെടുത്ത് നോക്കാം. ഈ പരിസരത്ത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലം ഉള്ളത് കൊണ്ടാണോ ആലുമരങ്ങൾ കൂടുതൽ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, വാഗമരങ്ങളും മറ്റുള്ള മരങ്ങളൊക്കെ ഒരുപാടുള്ള പ്ലേസ് ആയതുകൊണ്ട് കാക്ക ഒരുപാടുണ്ട് ഇവിടെ. അമ്പലത്തിൽ ഇഷ്ടം പോലെ കാക്കകളാണ്, മറ്റുള്ള സ്ഥലങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാടാണ്. എന്തുകൊണ്ടാണെന്നുള്ളത് അറിയില്ല. ഇപ്പോഴും നമുക്ക് ചുറ്റുമൊക്കെ മറന്ന് കളിച്ച് നടക്കുന്നുണ്ട്. ഭയങ്കര ഫ്രീ ആയിട്ടാണ് പോകുന്നത്. പേടിയില്ലാതെ ജീവിക്കാൻ പറ്റുന്നൊരു പ്രദേശമായതുകൊണ്ടാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഏതായാലും നമുക്ക് അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തെ വീഡിയോസൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ട് തരിക. ഇപ്പോൾ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രാവൽ വീഡിയോസ് ഒരുപാട് ഉണ്ട്. അതുപോലെ തന്നെ ആർട്ട് വീഡിയോസ്, അതേപോലെ ഡ്രോയിങ് വീഡിയോസൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതും പോയി കാണാം. വൈകുന്നേരം 5 മണിയോടെ അടുത്തുകൊണ്ട് തന്നെ അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. അമ്പലത്തിന് സമീപത്തായിട്ട് തന്നെ ഈ ഒരു വലിയൊരു ആൽമരം നിൽക്കുന്നുണ്ട്. വളരെ നല്ലൊരു ഭംഗിയിലാണ് നിൽക്കുന്നത്. പിന്നെ തൊട്ടടുത്ത് തന്നെയായിട്ട് ചാല് കയറി അതിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു അമ്പലമാണ്. നമുക്കിവിടെ നല്ലൊരു ഏരിയയിൽ ചുറ്റും പാടങ്ങളിലേക്ക് നടുക്ക് ഇങ്ങനെ ഒരു അമ്പലം നിൽക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. എന്താ പറയുക, ഹെലിക്യാമിലൊക്കെ മുകളിൽ നിന്ന് വീഡിയോ എടുക്കുകയാണെങ്കിൽ നല്ല കിട്ടില്ല ഷോട്ടായിരിക്കും കിട്ടുക. പിന്നെ അമ്പലത്തിന് തൊട്ട് മുന്നിലായിട്ടൊരു NSSൻ്റെ ഓഡിറ്റോറിയം ഉണ്ട്. ഇവിടുത്തെ അമ്പലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പൂക്കൾ ഇവർ ഇവിടെ തന്നെ വളർത്തിയെടുക്കുന്നുണ്ട്. ആ ഒരു പൂങ്കാവനമാണ് നമ്മൾ കണ്ടത്. അമ്പലത്തിൻ്റെ 2 സൈഡിലായിട്ട് തെച്ചി മുതൽ മറ്റ് എല്ലാത്തിൻ്റെയും പേരുകളൊന്നും നമുക്ക് അറിയുന്നില്ല. നല്ലൊരു ഭംഗിയിൽ ഇവർ ചെയ്തിട്ടുണ്ട്, ഒരു പൂന്തോട്ടം പോലെ.
പിന്നെ നമുക്ക് നേരെ ഈ അമ്പലത്തിൻ്റെ പുറകുവശത്തോട്ടൊന്ന് പോകാം. അവിടെയും അതുപോലെ തന്നെ ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ തൊട്ട് സൈഡിലാണ് വലിയ അമ്പലക്കുളം ഉള്ളത്. ബാക്കിൽ ഈ ഒരു ആലുമരത്തിൽ സമീപത്ത് തന്നെ, അതായത് തൊട്ട് പുറകിലായിട്ട് തന്നെ ഒരു പുറ്റി, പാമ്പിൻ പുറ്റി നമുക്ക് കാണുന്നുണ്ട്. നല്ല വലിയൊരു ആലാണ്. അതിനപ്പുറത്ത് ആളുകളൊക്കെ ഒരുപാട് കുളിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കുളത്തിലോട്ടുള്ള ഷൂട്ട് അധികം എടുക്കാതിരിക്കുന്നത്. ലേഡീസും അതുപോലെ തന്നെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ പണി കഴിഞ്ഞിട്ട് വരുന്ന ആളുകളെല്ലാം നമ്മുടെ നാട്ടിൻപുറത്തെ കാഴ്ചയാണ്. പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വന്ന് നേരെ തോർത്തും അലക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ കുളത്തിലോട്ട് പോകും. പിന്നെ കുളിയും കഴിഞ്ഞ് അമ്പലത്തിൽ കയറി ഒരു പ്രാർത്ഥനയും കഴിഞ്ഞിട്ടാണ് നേരെ വീട്ടിലോട്ട് മടങ്ങുന്നത്. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം. തെങ്ങിൻ തോപ്പും പാടങ്ങളൊക്കെ ആയിട്ട് നല്ല നാടൻ നല്ല ഒരു എന്താ പറയുക, സാധാരണ ഗ്രാമം അങ്ങനെ തന്നെ വേണം പറയാനായിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കറക്റ്റായിട്ട് അറിയില്ലെങ്കിലും 2-3 ദേശക്കാരോട് ചേർന്നിട്ടാണ് കുനിശ്ശേരി കുമ്മാട്ടി നടത്തുന്നത്. അടിപൊളി പ്ലേസാണ് കേട്ടോ. വൈകുന്നേരം നല്ല അമ്പലക്കുളവും കാര്യങ്ങളും. കാക്കൻ്റെ സൗണ്ട് മാത്രമാണ് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ സൗണ്ട് നല്ലതുപോലെ കാക്കകളുടെ കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒരുപാടാണ് ഈ പ്രദേശത്ത്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് ദേശക്കാർ ചേർന്നിട്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞില്ല. ആ ദേശക്കാരുടെയൊക്കെ 2 വഴിക്കാരുടെ ഓഫീസും കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഇനി കാണുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം താഴെ കാണുന്ന ബെല്ലൈക്കൻ ഓളെന്ന് പറഞ്ഞിട്ട് എനബിളാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ട് വേണം എനബിളാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പാലക്കാടിനടുത്തൊരു നല്ലൊരു പ്ലേസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം.